स्वीट कॉर्न अभी आऊँगा स्वीट कॉर्न एरिया मत भेलपुरी ठीक है हाँ അങ്ങനെ നമ്മൾ മണാലിയിലെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഡൽഹിയിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നമുക്ക് ഇന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ത്യ ഗേറ്റിലാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഹോട്ടൽ ദ പേൾ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള റൂമിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോകും. ഇന്ത്യ ഗേറ്റിൽ കുറച്ച് രാത്രിയിൽ നല്ല ലൈറ്റ് ഷോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഫുഡെല്ലാം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ മാക്സിമം കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളെ ഊബർ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മളെ ഡൽഹിയിൽ വരുമ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ട സംഭവമാണ് ഈ ഊബർ എന്ന് പറയുന്ന സർവീസ്. ഊബറിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊബറിൽ ടാക്സി ബുക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ റേറ്റേ ഉള്ളൂ. ഉടായ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല ട്രാഫിക് ഉണ്ട്. അൻവേ ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരം 5:15 ഇന്ത്യ ഗേറ്റ് പക്ഷേ എല്ലാ സമയവും ഓപ്പൺ ആകുന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് രാത്രിയല്ലോ അവിടുത്തെ ലൈറ്റ് ഷോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ്സ്മാൻ ഹൗസ് എന്ന് പറഞ്ഞൊരു ചെറിയ ബിൽഡിംഗ്. ഇത് നമ്മുടെ ഡൽഹിയിലെ ബസ് സർവീസ് ആട്ടോ. ബസ്സുകൾ നല്ല ട്രാഫിക്കുകളുണ്ട് ഈ ഏരിയയിൽ. നമ്മൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക്കാണ് ഇവിടെ. ഇപ്പം തന്നെ ചെറുതായിട്ട് ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് തന്നെയാണ് പല എന്താ പറയുക ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ ഹുമയോൺ ടോംബ്, പിന്നെ റെഡ് ഫോർട്ട്, ഇതെല്ലാം പിന്നെ അടുത്തുള്ള ഡിസ്റ്റൻസിലുള്ള സ്ഥലങ്ങളാണ്. പറ്റുമെങ്കിൽ നമുക്ക് നാളെ ഇതിൻ്റെ വീഡിയോസ് ചെയ്യാം ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം. നമ്മൾ ഏകദേശം എത്താനായിരിക്കുകയാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് എത്തി. നമുക്കിവിടെ അങ്ങ് ദൂരെ കാണാൻ പറ്റും ഇന്ത്യ ഗേറ്റ്. നല്ല മഞ്ഞുണ്ട്. നിങ്ങൾ പിന്നെ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ ഇന്ത്യ ഗേറ്റ് വാട്ടർ ഫൗണ്ടൻ എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ ഉണ്ട്. അവിടെ അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഗേറ്റിന് അടുത്ത് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ത്യ ഗേറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വേറെ ഏതെങ്കിലും ലൊക്കേഷനാണ് അവർ കാണിക്കുന്നത്. കണ്ടോ, നമുക്ക് അങ്ങ് ദൂരെ ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് സംഭവങ്ങളിവിടെ ഉണ്ട്. ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. നല്ല മഞ്ഞായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയിട്ട് ഇത്രയും ആൾക്കാർ നോക്കിയിട്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം കാണിച്ചു തരാം. ദൂരെ ഇന്ത്യ ഗേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ സ്ട്രെയിറ്റ് ഫ്രണ്ടിൽ തന്നെ ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ഇന്ത്യ ഗേറ്റ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓരോ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്തു തരും. ഇന്ത്യ ഗേറ്റ് ഫ്രണ്ട് നമുക്ക് അങ്ങ് ദൂരെ കാണാൻ പറ്റും. ഇവിടെ നല്ല കിടലം പോലത്തെ ഫോട്ടോസ് അവരെടുത്ത് ഓക്കെ എടുത്തിരുന്നായിരിക്കും. നമുക്ക് അയാളെ പിടിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോന് 30 രൂപയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നല്ല കിട്ടില്ല ഫോട്ടോസ് ചങ്ങ എടുത്തുതരും. ഇതറിയാനാ അനി അച്ചായത്താ ഓക്കെ. നമ്മളെ ചേട്ടന്മാരാണ് അടിപൊളിയായിട്ട് 30 रुपये ഒരു ഫോട്ടോ എടുത്തത്. 30 रुपीज़ है ना एक फोटो के लिए. अच्छा फोटो है ना दिखने के लिए, ओरिजिनल क्वालिटी. आपका नाम क्या है? सुजीत. വിനോദ് ഭായ് ഫേമസ് ഒരു സുജിത് ഭായ്. അപ്പോൾ നിങ്ങളുടെ ഡൽഹി വരികയാണെങ്കിൽ വിനോദ് ഭായ് സുജിത് ഭായിനെ കോൺടാക്ട് ചെയ്യുക, ഫോട്ടോ എടുക്കുക. ഓക്കെ, താങ്ക്സ് ബൈ. ഓക്കെ. അപ്പോൾ നമ്മൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. വാ നടക്കാലോ. വാ. നമ്മളെ നേരെ കാണുന്നത് ഇന്ത്യ ഗേറ്റ് കേട്ടോ. ഇന്ത്യ ഗേറ്റ് പൊളി. ഇവിടെ കണ്ടോ ഈ സൈഡിൽ തന്നെ ഫോട്ടോ ഹോകയാ ഭയ്യ. കണ്ടോ ഒരുപാട് ചിത്രങ്ങളും വരച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ അങ്ങേ അറ്റത്ത് നടന്നിട്ട് ഇങ്ങേ അറ്റം വരെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയ സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ബാരിക്കേഡെല്ലാം വെച്ചിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ പോകണമെങ്കിൽ ഒരു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ ആണെങ്കിൽ വേറെ വഴി കൂടി പോകണം തോന്നുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കടത്തിവിടും തോന്നുന്നില്ല. നമുക്ക് നോക്കാം. എന്നാലും ഇത്രയും അടുത്ത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ബാക്കിൽ ഇന്ത്യ ഗേറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അടിപൊളി. എന്താ അവനെ കാഴ്ച. വൈകുന്നേരം വരുന്ന രസം. കാരണം വൈകുന്നേരം നല്ല തണുപ്പലായിട്ട് നല്ല വൈബാണ് ഇവിടെ. എടാ നല്ല ഇതല്ലേ. ഇവിടുത്തെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഫോട്ടോ ബിസിനസ് തന്നെയാണ്. എല്ലാവരും വന്നിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ.
നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഇവിടെ ജീവിച്ച് പോകാൻ വളരെ എളുപ്പമാണ്. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും ഇപ്പോഴത്തെ ഒരു ഭയങ്കര സംഭവമാണ് ഈ ഒരു ഫോട്ടോ എടുക്കൽ. അപ്പോഴത്തേക്കിനും അവർ ഫോട്ടോ എടുത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി വലിയൊരു പൈസേൻ്റെ ക്യാമറയോ അല്ലെങ്കിൽ വലിയ പൈസേൻ്റെ മൊബൈലൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ പൈസക്ക് എന്താ പറയുക, അവർ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കും അല്ലേ. നമ്മൾ വെറുതെ റിസ്ക് എടുത്തിട്ട് ഫോട്ടോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഈട് നടാ നല്ല അടിപൊളിയായിട്ട് ഈട് നമുക്ക് നല്ല രസം ഫോട്ടോ എടുക്കാം. കേട്ടോ ഒന്ന് കാണിച്ചു തരുമോ? ഈ സൈഡിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് നല്ല നല്ല ഭംഗിയുണ്ട് രാത്രി കാണാൻ. ഇതാ നമുക്കിവിടെ ക്രോസ് ചെയ്യാം കേട്ടോ. നമുക്ക് അപ്പുറത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പ്രതിമയുണ്ട്. അത് കാണണമെങ്കിൽ ഇതിലേക്കൂടെ നടന്നിട്ട് അപ്പുറത്തേക്ക് കടക്കാം. അടിപൊളി വാ. അതാ അണ്ടർഗ്രൗണ്ട് പാത്ത്. ഇടുന്ന ഓരോടത്ത് ഞാൻ രസം ഉണ്ടാവും അല്ലേ. ഇതാ നല്ല ഗംഭീരമായ അണ്ടർഗ്രൗണ്ട് പാത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. അണ്ടർഗ്രൗണ്ട് പാത്ത് അവർ ഉണ്ടാക്കിയാണ്. നല്ല രസമാണ് ഇത്. ഇത് ഗംഭീരമായിട്ടാണ്. നമ്മുടെ എയർപോർട്ടിലെ സെക്യൂരിറ്റി പോലെ തന്നെ അപ്പുറത്തെ പാർക്കിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങെല്ലാം ഉണ്ട്. നല്ല രസമാണ്. ഡൽഹി വൈബ്, നല്ല തണുപ്പ്, ഇന്ത്യ ഗേറ്റ്, സെക്യൂരിറ്റി ചെക്കിങ്. ഇവിടെ ഇങ്ങനെ ഇന്ത്യ ഗേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെയും അവിടുത്തെ അതിൻ്റെ ചരിത്രവും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ എഴുതിയത്. ഇന്ത്യ ഗേറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഇവിടെ കുറേ ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കേട്ടോ, ടെമ്പററി മിലിറ്ററി ബാരക്സ് ആർ ബിൽറ്റ് ഓൺ സൈറ്റ് ഡ്യൂറിംഗ് ദ വേൾഡ് വാർ II. ദ റിപ്പബ്ലിക് പാരഡൈസ് ഫസ്റ്റ് ഹെൽഡ് കാർത്തിയ രാജ്പത്ത് ആണ്. പഴയ ഇന്ത്യ ഗേറ്റും പിന്നെ നമ്മളെ റിപ്പബ്ലിക് പരേഡ് നടക്കുന്ന സ്ഥലങ്ങളും മറ്റുള്ള ഇൻഫോർമേഷനും എല്ലാം ഇവിടെ ഫോട്ടോ ആയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടോ. അതൊന്നും അല്ല, അപ്പുറത്തും നല്ല ഈ ഇന്ത്യ ഗേറ്റിന് ചുറ്റുവട്ടത്തായിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് 16.5 കിലോമീറ്റർ ഓഫ് വാക്ക് വേ ആഡഡ് റീഫർബിഷ്ഡ്. ഇവിടെ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. വാക്ക് വേ ക്രിയേറ്റഡ് കണ്ടോ. എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് അതിൻ്റെ എല്ലാം മോഡിഫിക്കേഷൻ നടത്തിയ സംഭവം അതിൻ്റെ എല്ലാം പിന്നെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട് അല്ലേ. ഈ ഇന്ത്യ ഗേറ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്താ പറയുക മരിച്ച ഒരുപാട് പട്ടാളക്കാരുടെയും പിന്നെ ജവാന്മാരുടെയും എല്ലാം പിന്നെ ഒരു വാർ മെമ്മോറിയലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പണ്ട് നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്നാ ആ ഒരു എത്രയോ ആൾക്കാർ മരിച്ചതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇന്ത്യ ഗേറ്റിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് കാണുന്നത് ഇന്ത്യ ഗേറ്റ്. ഇവിടെ ക്ലിയർ ഇല്ല, ഇവിടുന്ന് ഫോട്ടോ എടുത്ത് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ കിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും നമുക്ക് നേതാജിനെ എടുത്തുവോ. ഇതിൻ്റെ ബാക്കിൽ തന്നെ നേതാജീൻ്റെ പിന്നെ ഒരു പ്രതിമയുണ്ട്. നമുക്ക് ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബാക്കിൽ തന്നെയായിട്ട് നമ്മളെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു പ്രതിമ നമുക്കിവിടെ കാണാൻ പറ്റും. പുള്ളി ഇങ്ങനെ സെല്യൂട്ട് ചെയ്ത തരത്തിലൊരു സ്റ്റാച്ചു നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ. അതായത് ഇന്ത്യ ഗേറ്റ് ഇവിടെ ആണെങ്കിൽ അതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ഈ ഒരു സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ ഉള്ളത്. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. എത്രയും ആൾക്കാരുടെ വരുന്നത്, എത്രത്തോളം ടൂറിസ്റ്റുകളും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഈ സൈഡിൽ ഫുള്ള് സ്ട്രീറ്റ് ഫുഡുകളും പിള്ളേന്മാർക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുമോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഈ ഉണ്ടോ ഇവർ അങ്ങോട്ട് പോകലോ. ഈ ഏരിയ ഫുള്ള് ഭക്ഷണത്തിൻ്റെയും സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയയാണ്. നമുക്ക് നോക്കാം എന്തായാലും ഇല്ലെന്നോട്. ഈ ഏരിയയിലാണെങ്കിൽ ഫുള്ള് ഇതാ സ്വീറ്റ് കോൺ അഭിയാകും സ്വീറ്റ് കോണിൻ്റെ ഏരിയയാണ് മൊത്തം. ഇതാ ഇവിടെയാണെങ്കിൽ നമ്മളെ ബേൽപൂരി, അല്ല വാളുണ്ടല്ലോ. വാള് നോക്ക്, ഏതോ ഡിസൈഡ് ചെയ്തോ. ഒരു ഇഷ്ടംമാരെ കളിക്കുന്ന സാധനമുണ്ട്. ഞാൻ കൊടുക്കണോ ആവശ്യമാണോ? ഇതിനേക്കാ 80 രൂപയുടെ സാധനം ഇതോ. അപ്പം പറഞ്ഞില്ലേ ഇനി ഏതോ ഒന്ന് ഒറ്റയൊന്ന് അത് അധികം വരില്ല. ഇതിൻ്റെ പേര് ചാറ്റ് തന്നെ
എന്തെങ്കിലും പേരെന്ന് പറഞ്ഞേ? इसका नाम क्या है भैया? चना चाट നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ടോ? ചന ചാട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചന ചാട്ട് ചന ചാട്ട് അൻപേ ട്രൈ ചെയ്യണേ. കടല, ഉള്ളി, നാരങ്ങ, പിന്നെ വേറെ എന്തെങ്കിലും സ്പൈസസ് ഇട്ടൊരു അടിപൊളി സംഭവമാണ് ഈ ചന ചാട്ട് എന്ന് പറയുന്നത്. വാ, നമ്മുടെ നൈസായിട്ടൊരു ചായ ചാമ്പി. ചായക്ക് 20 രൂപ, 5 രൂപ. നല്ല രസമുണ്ട്, അടിപൊളി ചായയാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു ചന്ന ചാറ്റും കൂടി ചാമ്പി, നല്ല 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 ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ട്രൈ ചെയ്യാം. ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ആ ഏരിയയിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ബേൽപൂരി, പാനിപൂരി, ചന്ന ചാട്ട്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കുന്നത് കാണാൻ പറ്റും. चाय कॉफी गर्मा गर्म चाय സ്വീറ്റ് കോൺ ആണോ? സ്വീറ്റ് കോൺ ആണ് വെക്കുന്നത്. സ്വീറ്റ് കോൺ അല്ല, എനിക്കല്ല അൻവേക്കാൻ വേണോ? വേണോ സ്വീറ്റ് കോൺ വേണോ? എനിക്ക് സ്വീറ്റ് കോൺ വേണോ? സ്വീറ്റ് കോൺ വേണോ? സ്വീറ്റ് കോണൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല സാധനമാണ്. അത് അങ്ങനെ വേറെ മായങ്ങളൊന്നും ഇല്ലാത്ത സംഭവം. വേണോ? നമുക്ക് നടക്കാം അങ്ങോട്ട്. गोलगप्पे ഇത് മറ്റേ സംഭവം ഇതാ ഇവിടെ. ഓക്കെ അപ്പം ഇത് വേണോ? ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ്. गरम खाइए हाँ ഇതും സാധനം എന്നാ? ടിക്കയാ? ആ पानी प्रे പൈനാപ്പിൾ വേണോ? പൈനാപ്പിൾ മാറ്റുന്നോ? ഫ്രൂട്ട്സ് നല്ലതാ അല്ലേ? ഈ ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട് മാത്രമുണ്ടല്ലേ? മിക്സ് ചെയ്യാനാ? മിക്സ് ചെയ്തോ. एक हाँ